അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മ രാഷ്ട്രപതിക്ക് രാജിക്കത്ത് സമർപ്പിച്ചു. കഴിഞ്ഞ വർഷം ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതിനെ തുടർന്ന് യശ്വന്ത് വർമ്മയ്ക്കെതിരെ പാർലമെന്റ് സമിതിയുടെ അന്വേഷണം നടക്കുകയായിരുന്നു. അതീവ ദുഃഖത്തോടെ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി സ്ഥാനത്തു നിന്നുള്ള എന്റെ രാജി ഞാൻ സമർപ്പിക്കുന്നു. ഈ പദവിയിൽ സേവനമനുഷ്ഠിക്കുവാൻ കഴിഞ്ഞത് ഒരു ബഹുമതിയായി കാണുന്നുവെന്ന് യശ്വന്ത് വർമ്മ രാജിക്കത്തിൽ പറയുന്നു. ജഡ്ജസ് ആക്ട് 1968 പ്രകാരമുള്ള നടപടികൾ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ രാജിയോടെ നിലയ്ക്കും. ഒരു ജഡ്ജി സ്ഥാനമൊഴിഞ്ഞാൽ പാർലമെന്റിന്റെ നീക്കം ചെയ്യൽ നടപടികൾക്ക് നിയമസാധുത ഇല്ലാതാകുന്നതാണ് ഇതിന് കാരണം. 2025 ഓഗസ്റ്റിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തെ തുടർന്ന് സ്പീക്കർ ഓം ബിർള നിയോഗിച്ച 3-അംഗ സമിതി വർമ്മയ്ക്കെതിരെയുള്ള അന്വേഷണങ്ങൾ അന്വേഷിച്ചു വരികയായിരുന്നു. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരിക്കെ 2025 മാർച്ചിൽ യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിലുണ്ടായ തീപിടുത്തമാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. തീ അണയ്ക്കുന്നതിനിടയിൽ ഭാഗികമായി കത്തിയ നിലയിൽ കണക്കിൽപ്പെടാത്ത വലിയൊരു തുക കണ്ടെത്തിയിരുന്നു. ഇതിനെക്കുറിച്ച് സുപ്രീം കോടതി നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ അദ്ദേഹത്തിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കണ്ടെത്തി. അന്നത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് നടപടിക്ക് ശുപാർശ ചെയ്തത്. 2025 ജൂലൈയിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇദ്ദേഹത്തെ നീക്കം ചെയ്യുവാനുള്ള നോട്ടീസ് നൽകിയിരുന്നു. അന്വേഷണ സമിതിയിലെ ഒരംഗം വിരമിച്ചതിനെ തുടർന്ന് ഈ വർഷം ഫെബ്രുവരിയിൽ സ്പീക്കർ സമിതി പുനഃസംഘടിപ്പിച്ചു. വർമ്മ രാജിവെച്ചതോടെ സിറ്റിംഗ് ജഡ്ജിക്കെതിരെയുള്ള അപൂർവമായ ഇംപീച്ച്മെന്റ് നടപടിക്കും അവസാനമായി.